കേരളത്തിലെ അവയവദാന ചരിത്രത്തിൽ ഇടം പിടിച്ചു കുഞ്ഞു മാലാഖ. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള പൊന്നോമനയുടെ അവയവങ്ങളാണ് കൊച്ചിയിൽ നിന്ന് 3.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ആലിൻ ഷെറിൻ എബ്രഹാം 4 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. വഴിനീളെ കാവൽ നിന്ന് വഴിയൊരുക്കി കേരളം. ചരിത്രപരമായ ഒരു ദൗത്യമാണ് കേരളം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയത്. ഏതാണ്ട് 3-3.5 മണിക്കൂർ നമ്മളൊന്നാകെ മുൾമുനയിൽ നിന്ന അനുഭവം. 3 മണിക്കൂർ 19 മിനിറ്റ് കൊണ്ടാണ് 227 കിലോമീറ്റർ ആംബുലൻസ് പിന്നിട്ടത്. സാധാരണഗതിയിൽ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താൻ 5-6 മണിക്കൂർ എടുക്കുന്ന സ്ഥാനത്താണ് വെറും 3 മണിക്കൂറും 19 മിനിറ്റും കൊണ്ട് ആംബുലൻസ് എത്തിച്ചേർന്നത്. ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് 3 സാധ്യതകളായിരുന്നു ആശുപത്രി അധികൃതർക്ക് മുന്നിലും പോലീസിനും ഉണ്ടായിരുന്നത്. ഒന്നുകിൽ എയർ ആംബുലൻസിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ വന്ദേ ഭാരതിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ റോഡ് മാർഗം കൊണ്ടുവരാം. എയർ ആംബുലൻസിൻ്റെ സാധ്യത രാത്രിയായതിനാൽ നന്നാകില്ല എന്നൊരു തീരുമാനത്തിലേക്കും, ഒപ്പം തന്നെ വന്ദേ ഭാരതിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാലതാമസം, അതിൽ തന്നെ നേരത്തെ റോഡ് മാർഗം കൊണ്ടുവരാമെന്നൊരു ആത്മവിശ്വാസം ആംബുലൻസ് ഡ്രൈവറും ഒപ്പം തന്നെ പോലീസ് സേനയും പങ്കുവച്ചതോടുകൂടിയാണ് ഈ ദൗത്യത്തിലേക്ക് നമ്മൾ കടന്നത്. എറണാകുളത്ത് നിന്നും ആംബുലൻസ് തിരിച്ച സമയം മുതൽ തന്നെ കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരുന്നു. കോട്ടയവും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയും തിരുവല്ലയും കൊട്ടാരക്കരയും പിന്നിട്ട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് വരുമ്പോൾ നാട്ടുകാരും ഈ ദൗത്യത്തിന് ഒപ്പം ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. കൊച്ചിന്റെ ജീവൻ അല്ലേ, അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് ഒന്നും പറ്റാണ്ട് ഇവിടെ എത്തട്ടെ എന്നൊരു ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം. എല്ലാവർക്കും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ജനങ്ങളുടെയും പോലീസുകാരുടെയും എല്ലാ ജംഗ്ഷനും നല്ല ക്ലിയർ ആക്കി തന്നു. നല്ല സഹകരണമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വലിയ ദൗത്യം പൂർത്തിയാകണമെങ്കിൽ ഈ അവയവങ്ങൾ ഏറ്റുവാങ്ങിയ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണം. ഇപ്പോൾ ഏതായാലും ശസ്ത്രക്രിയകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാം പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വന്നാൽ മാത്രമേ ഇത് പരിപൂർണ വിജയമായി ഈ ദൗത്യം മാറുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇനി കാത്തിരിപ്പ്. നല്ല മുരുകനും പ്രേം ശശിക്കുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.